ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അലമാണ്ട ചെടികളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത്. ഈ അലമാണ്ട ചെടികൾ എന്ന് പറയുമ്പോൾ ക്രീപ്പറായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ല ചെടികളാണ്. അപ്പോൾ അത് ഇത്രയും ബുഷിയായിട്ട് വരുന്ന ചെടികളാണ് നമ്മുടെ ഔട്ട്ലെറ്റിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അലമാണ്ടയുടെ മഞ്ഞ കളർ പൂക്കളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ലോഡ് വന്നിട്ടുള്ളത്. മാൻഡിവില്ല ചെടിയാണെന്ന് പറഞ്ഞിട്ട് പലരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ അലമാണ്ട ചെടി വാങ്ങിച്ചിട്ട്. അപ്പോൾ അലമാണ്ട വേറെയാണ്, മാൻഡിവില്ലയും വേറെയാണ് കേട്ടോ. കാര്യമായ പരിചരണങ്ങളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. കൂടാതെ വള്ളിച്ചെടികൾ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയ കൂട്ടുകാരി കൂടിയാണ് കേട്ടോ നമ്മുടെ അലമാണ്ട ചെടി എന്ന് പറയുന്നത്. ദിവസത്തിൽ ഒരു തവണ വെള്ളമൊഴിച്ചു കൊടുക്കുകയും മാസത്തിൽ ഒരു തവണ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏത് കാലാവസ്ഥയിലും നിറഞ്ഞു പൂക്കുന്ന നല്ലൊരു സുന്ദരി ചെടിയാണ് കേട്ടോ ഇത്. വള്ളിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പ്രൂണിങ് വഴി നല്ല ബുഷിയായിട്ട് നല്ല കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പ്രൂണിങ്ങിൻ്റെ സമയത്ത് അവശേഷിക്കുന്ന കുഞ്ഞു കുഞ്ഞു കമ്പുകൾ പോലും കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നതും ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ്. വലിയ വർണ്ണാഭമായ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഈ ചെടികളെ ഉദ്യാന സസ്യമായിട്ട് നമ്മുടെ വീടുകളിൽ വളർത്തിയെടുക്കുന്നത്. നിലത്തും ചെടിച്ചട്ടികളിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണിത്. ചട്ടിയിൽ നടുന്നതിനേക്കാളും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ്. ക്രീപ്പറായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ മതിൽ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മതിലിലേക്കൊക്കെ പടർത്തി കയറ്റാനായിട്ട് കഴിയും. ഇനിയിപ്പോൾ ക്രീപ്പറായിട്ട് വളർത്താൻ താല്പര്യമില്ലാത്തവർക്ക് പ്രൂണിങ്ങിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെടിച്ചട്ടിയിൽ തന്നെ വളർത്തിയെടുക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. 3 മുതൽ 5 മീറ്റർ വരെ പൊക്കം വയ്ക്കുമെങ്കിലും നമ്മുടെ കഴിവനുസരിച്ച് പ്രൂൺ ചെയ്ത് നമ്മൾ തുടക്കം മുതൽ പറയുന്നത് പോലെ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യാം. കൂടാതെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ചൂടാണല്ലോ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ആ ഒരു സമയങ്ങളിൽ മാത്രം 2 നേരം നനച്ചു കൊടുക്കുക. പിന്നെ വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുറേ ആളുകളുണ്ട് ഓരോ നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യക്കൊക്കെ ഓരോ ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ഈ ചെടിയുടെ അടിയിൽ പുതയിട്ട് കൊടുക്കാം. നമ്മുടെ കരിയിലയോ അങ്ങനെ എന്തെങ്കിലും വൈക്കോലോ പച്ചിലകൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ മണ്ണിൻ്റെ അടിയിൽ അതിൻ്റെ ഈർപ്പം നിലനിൽക്കുകയും ചെടിക്ക് കാര്യമായ പ്രോബ്ലംസ് ഒന്നും വരികയും ചെയ്യില്ല. 100 രൂപയാണ് നമ്മുടെ ഈ കാണുന്ന ചെടിയുടെ വില വരുന്നത്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.